വാലിബൻ എന്ന് പറയുന്ന ഒരാൾ ഉപയോഗിക്കുന്ന ഒരു പടച്ചട്ട ക്രൊക്കോഡൈലിന്റെ ഒരു തൊലി പോലത്തെ ഒരു സാധനമായിരിക്കാം എന്ന് LJP എന്ന് പറയുന്ന ഒരു ഡയറക്ടർ നമുക്ക് തരുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചറിലാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ വേറെ സിനിമയുടെ എന്തെങ്കിലും കാണിച്ചത് ഇതേപോലെ ചെയ്താലോ എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ നമ്മളത് ചിലപ്പോൾ കോപ്പി ആയി പോകും. ഇപ്പോഴും കണ്ണാടി വാങ്ങിക്കുമ്പോൾ നല്ല കണ്ണാടി മേടിക്കണം, അല്ലെങ്കിൽ നല്ല ബ്രാൻഡിന്റെ കണ്ണാടി വാങ്ങിക്കണം. കാരണം അത് നമ്മൾ കണ്ണിൽ വെക്കുന്ന സാധനമാണല്ലോ. അതിന് നമ്മൾ ചിലപ്പോൾ ഒരു വില കുറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് അത് വെച്ച് കണ്ണ് കേടാക്കുന്നത് നല്ല ബ്രാൻഡ് വാങ്ങിക്കുന്നതാണ്. ചിലപ്പോൾ നമുക്കൊരു ടീഷർട്ട് വാങ്ങിക്കണം. ആ ടീഷർട്ട് ചിലപ്പോൾ നമുക്ക് 200 രൂപ ടീഷർട്ട് എനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്തിനാണ് 3000 കൊടുത്ത് ടീഷർട്ട് വാങ്ങിക്കുന്നത്? ആ സിനിമയിൽ ഒരു കോസ്റ്റ്യൂമും പിൻട്രസ്റ്റിലേക്കോ സൈറ്റിലൊക്കെ നമ്മൾ കയറി നോക്കി കഴിഞ്ഞാൽ അവർ ഇതിങ്ങനെ എടുത്ത് കോപ്പി അടിച്ചുകൂടെ വെച്ചു എന്ന് പറയുന്ന സാധനം ആ സിനിമയിലില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഷർട്ടുകൾ ഞാൻ 7500 രൂപ തൊട്ടാണ് ഞാൻ വിൽക്കുന്നത്. അത് ഞാനതിനൊരു റീസൺ എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് അതൊരു വേർത്താണ്, അത് വേറെ എവിടെയും കിട്ടുന്നില്ല. അതങ്ങനെ ആവശ്യമുള്ളവരാണല്ലോ വാങ്ങിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എയർപോർട്ടിൽ ഒരു ട്രാക്ക് പാൻസ് ഇടുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ലോലി നമ്മൾ നമ്മുടെ കംഫർട്ടിലേക്ക് പോയി തുടങ്ങി. ആ കംഫർട്ട് എന്താ, ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിട്ടുള്ള കംഫർട്ട് ആയിരിക്കാം. കുഞ്ഞാലി ഇങ്ങനെയാണ് ഡ്രസ്സ് ധരിച്ചത് എന്നുള്ളത് അല്ല, നമ്മളൊരു ഫാന്റസി സിനിമയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയൻ സാർ അതിനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മൾ ആ റിയലിസ്റ്റിക് മാറ്റി വെച്ചിട്ട് ഒരു ഫാന്റസി രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുന്നു. സിനിമ വിജയിച്ചു കഴിയുമ്പോൾ അതിലത്തെ എല്ലാ കാര്യങ്ങളും ശരിയാണ്. അതെ, ഇനി ആ സിനിമ അത് വിജയിച്ചില്ലെങ്കിൽ അതിലത്തെ എല്ലാ കാര്യങ്ങളും തെറ്റാണ്. ഇത്രേ ഉള്ളൂ കാര്യം. കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറയുന്നത് സിനിമയിൽ, പക്ഷെ ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്ന വേറൊരു സംഗതിയാണ്. അതിനകത്ത് നമുക്കിപ്പോൾ കാലവും ദേശവും കാലാവസ്ഥയും നമ്മുടെ കൾച്ചറും ഒക്കെ നോക്കേണ്ടതുണ്ട്. നമ്മൾ ധരിക്കുന്ന പല വസ്ത്രങ്ങളും ശരിക്കും നമ്മുടെ കാലത്തിന് യോജിക്കുന്നതാവണമെന്നുമില്ല. പക്ഷേ ഡിസൈനിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലതൊക്കെ ചുമന്ന് നടക്കും. പക്ഷെ ചിലരൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ പാവപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റുന്ന അവരുടെ വാങ്ങൽ ശേഷി അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ഈ തോട്ട് പ്രോസസ് ഒക്കെ തലയ്ക്കകത്ത് ഉണ്ടാവും. പഠിക്കുന്ന നാൾ മുതൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു സംഗതിയാണ്. അതൊരു ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമുക്ക് പലതും ചൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ഫാഷൻ ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം പല തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇതിലൊക്കെ എങ്ങനെയാണ് ബുദ്ധി പ്രയോഗിക്കുക, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചിന്തിക്കുക? ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളാണ് എന്ന് വിചാരിക്കുക, ഈ നമ്മുടെ മെയിൻ ക്യാരക്ടറോ മെയിൻ ലീഡോ. പക്ഷേ ചില സമയത്ത് നമ്മുടെ ആവശ്യം എന്ന് പറയുന്ന ആൾ പാവപ്പെട്ടവരും ആസ് വെൽ ആസ് അയാൾ ഭയങ്കര ഭംഗിയുള്ളോ, അല്ലെങ്കിൽ അയാൾ എന്താ പറയുന്നത് ഒരു കാഴ്ചയിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കേണ്ടതും നമ്മുടെ ആവശ്യമായിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ നേരെ ചെന്നിട്ട് നമ്മൾ ഭയങ്കര വില കൂടിയ ഒരു കോസ്റ്റ്യൂം വാങ്ങിച്ചിട്ട് ഇയാൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ബിക്കോസ് അത് ഇമോട്ട് ചെയ്യുന്നത് ഒരു പാവപ്പെട്ടവനായിട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിലൊരു ചാലഞ്ച് ഉണ്ട് അല്ലേ. പാവപ്പെട്ടവനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ അട്രാക്റ്റീവ് ആവണം. അപ്പോൾ അതിനെ ആ ലെവലിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് അട്രാക്റ്റീവ് ആക്കാം? അതിലൊരു സബ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, അതായത് എൻ്റെ ചോദ്യം കുറച്ചുകൂടെ ഇങ്ങനെയാണ്. ഒരു ഫാഷൻ ഡിസൈനർ എന്നുള്ള രീതിയിൽ നമ്മൾ വേറെ കുറേ ചിന്തകളാണ് ഉണ്ടാവേണ്ടത്. കോസ്റ്റ്യൂം ഡിസൈനർ മാറ്റി വെച്ചാൽ ഒരു ഫാഷൻ ഡിസൈനർക്ക് നമ്മുടെ ഈ നടപ്പ് ലോകത്തിലാണ് ജീവിക്കേണ്ടി വരിക. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്കും കാലത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഇത് വേണം, വിഷൻ വേണം. പക്ഷെ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വാങ്ങേണ്ടവർക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. കാരണം ഇന്ന ആൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ഡിസൈൻ ചെയ്യുള്ളൊന്നൊന്നുമില്ല. പല രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പം ഈ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥയിൽ പലതരത്തിൽ ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കുന്നവരാ, അതിൻ്റെ രാഷ്ട്രീയത്തെ നന്നായി കാണുന്നവരാ. അപ്പം അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ തലയ്ക്കകത്തുണ്ടോ? അത് അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇവിടെ പോലും H&M എന്നൊരു ബ്രാൻഡ് ഉണ്ട്, പാലാരിവട്ടത്തുണ്ട്. അത് വേൾഡ് വൈഡ്. ഇപ്പോൾ നമ്മൾ ലണ്ടനിൽ ഷൂട്ട് ചെയ്യുമ്പോഴും അവിടെയുമുള്ള ബ്രാൻഡാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫാഷനാണ്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു മാസത്തിൽ 2 പ്രാവശ്യം അവർ പുതിയ കളക്ഷൻസ് വരുന്നു. അവരൊരു റേഞ്ച് എന്ന് പറയുന്നത് 500 റുപ്പീസിന് ടീഷർട്ട് തൊട്ട് ഒരു 1500 റുപ്പീസ് ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ 2000 വരെയൊക്കെയാണ് അവരുടെ മാക്സിമം റേഞ്ച്. ചില പ്രോഡക്ട്സ് ഒക്കെ അവർ ഒരു വേറെ ക്ലാസ്സിലുള്ളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും അങ്ങനെയുള്ള ബ്രാൻഡ്സുകൾ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ജനസാന്ദ്രതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ വാങ്ങുന്നതിൻ്റെ കപ്പാസിറ്റി, ഐ മീൻ മണി വൈസ്, എക്കണോമിക്കൽ വൈസ്, അതിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് കൂടുതൽ ആളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ആസ് വെൽ ആസ് എവറി 15 ഡേയ്സിലോ 20 ഡേയ്സിലേക്കോ നമുക്ക് പുതിയ ഫാഷൻ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ആസ് എ ഫാഷൻ ഡിസൈനർ, ഇപ്പോൾ ഞാൻ ആസ് എ ഫാഷൻ ഡിസൈനർ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ താല്പര്യമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് കൈത്തറിയിൽ ഒരു ഫാഷൻ ഉണ്ടാക്കണം, ഇന്ന് സാധ്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചൈനയിൽ നിന്ന് തുണി ഇമ്പോർട്ട് ചെയ്ത് ഞാൻ ഫാഷൻ ഉണ്ടാക്കണം, സാധ്യമാണ്. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ തുണികൾ ഉണ്ടാക്കുന്നത് ഡൈ ചെയ്തും പ്രിൻറ്റ് ചെയ്തും എനിക്ക് എന്താണ് ആവശ്യം, എൻ്റെ തലയിലുള്ളിൽ തോന്നുന്ന ഒരു സാധനത്തിനെ ഞാൻ കൊണ്ടുവരാറുണ്ട്. ലാൽ സാറുടെ ഒരുപാട് ഇപ്പോൾ നേരിൻ്റെ പ്രൊമോഷനിൽ ഒരുപാട് ഷർട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഗെയിൻ വാലിബലിൻ്റെ പ്രൊമോഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പേഴ്സണൽ സൈഡിലൊക്കെ അദ്ദേഹം എൻ്റെ ഷർട്ടിൽ ഇടാറുണ്ട്. പൃഥ്വിരാജ് ഷർട്ട്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമ്മളില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിക്കാറില്ലെന്ന് മാത്രം. അപ്പം ഹാവിങ് സെഡ് ദാറ്റ്
ഒരു ഫാഷൻ ഡിസൈനർ അതിനെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചിട്ടും ചിലപ്പോൾ ഞാൻ ഏത് സ്ഥലത്തേക്ക് ഈ സാധനത്തിനെ കേറ്റർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. ചിലപ്പോൾ പലപ്പോഴും പാവങ്ങളിലേക്ക് കൊടുക്കണോ, ഒരു റിച്ച് അങ്ങനത്തെ ഒരു സെക്ഷനിലേക്ക് കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റായി ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാനതിനെ കുറച്ചും കൂടെ കാണുന്നത്, എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ കംഫർട്ടബിൾ അല്ലാത്തൊരു സാധനം ധരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റാണ്. ഇപ്പം നമ്മൾ പുറത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28 to 38 ആണ് എനി ഡേ, അല്ലെ? മഴ പെയ്യുമ്പോഴും നമ്മൾ വേർത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അവിടെ ഒരു കോട്ടൺ ഷർട്ടിനേക്കാളും നന്നായിട്ട് വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ടീഷർട്ടിനേക്കാളും വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഈവൻ ഇപ്പം നമ്മൾ കാണുന്നില്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എയർപോർട്ടിൽ ഒരു ട്രാക്ക് പാൻസ് ഇടുന്നത്, അല്ലേ? അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ലോലി നമ്മൾ നമ്മുടെ കംഫർട്ടിലേക്ക് പോയി തുടങ്ങി. ആ കംഫർട്ട് എന്താ, ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിട്ടുള്ള കംഫർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെ പിടിച്ചു വലിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഫോമലായിട്ടുള്ള ഇറുകിയിട്ടുള്ള ഒരു പാൻറ് ഷർട്ട് ഇടേണ്ടി വന്നാൽ, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമ്മൾ അവിടെ പോയി ഇരിക്കും, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭയങ്കര പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആൾക്കാർ മാറി തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫാഷനും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് പറഞ്ഞാൽ ഒരു 5-10 വർഷം മുൻപ്, അല്ലെങ്കിൽ 5 വർഷം മുൻപ് പോലും നമ്മൾ കാക്കനാട്, എൻ്റെ വീട് കാക്കനാടാണ്, അവിടുത്തെ ഒരു പബ്ലിക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുറത്ത് വന്നിരുന്ന, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന അവിടുത്തെ പബ്ലിക് ധരിച്ചിരുന്ന ഒരു ബന്ധമില്ലാത്ത സാധനമാണ് 5 വർഷം ഇപ്പം ധരിക്കുന്നത്. വെയറിങ് എവറിത്തിങ്. അല്ല, നമ്മൾ വേറെ നാട്ടിൽ പോയ പോലെ തോന്നും നമുക്ക്. നല്ല രസമുള്ളൊരു പരിപാടിയാണത്. അപ്പം അതുപോലെ ഈ ഡ്രസ്സിന്റെ ലൂസ് ആയിട്ടുള്ള ഒരു സാധനമോ ഇല്ലെങ്കിൽ കാറ്റ് കടക്കാനുള്ള സാധ്യതയൊക്കെ ഒരു ഫാഷൻ ഡിസൈനർ നോക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ്, ഇപ്പം നമ്മളിപ്പോ ഷേപ്പിന് വേണ്ടിയിട്ട് ഷേപ്പ് ആയിട്ടുള്ള ഡ്രസ്സ് ഇപ്പോൾ ധരിക്കുന്നത് കൂടുതലാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് മാറും, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ആൾക്കാർ കൂടുതൽ പേര് ചൂസ് ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ വരില്ലേ? ഉറപ്പായിട്ടും അതിപ്പോ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ഭയങ്കര സർക്കിളാണ്. ഇപ്പൊ നമ്മള് ഒരു 70s ഫാഷൻ വീണ്ടും തിരിച്ചു വരും, അല്ലെങ്കിൽ പിന്നെ 90s ഫാഷൻ വീണ്ടും തിരിച്ചു, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, അല്ല? ഇപ്പം അത് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഇപ്പോൾ ഒരു ലൂസ് ഫാഷൻ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാർ അങ്ങനെ ടൈറ്റ് ആയിട്ട് ഇടുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ പെട്ടുപോകും. ഇപ്പം നമ്മൾ കണ്ടില്ലേ, പണ്ട് അമിതാഭ് ബച്ചൻ്റെ സമയത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ ഇറക്കിയിട്ടുള്ള അതേ സാധനം തന്നെ നമ്മുടെ ചിലപ്പോൾ അച്ഛൻ, അവരൊക്കെ ഒരു ഏജിലുള്ള ആൾക്കാർ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരതിൽ പെട്ടു, ഞാൻ അതിൽ നിന്ന് തിരിച്ചു പോക്കില്ല എന്ന് പറയുന്ന പോലെ ചില ആൾക്കാർ ഈ ഫാഷൻ്റെ കാര്യത്തിലും ഈ എന്താ പറയുക, അങ്ങനെ ഫിറ്റിംഗ് തന്നെ എന്നും ധരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസ് തന്നെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഫാഷൻ എപ്പോഴും അതിൻ്റെ ഫിറ്റിംഗ് അതും അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ഉറപ്പായിട്ടും അത് ഇനി പുറത്തുനിന്നുള്ളൊരു ഫാഷൻ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇത് കണ്ടു തുടങ്ങിയല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ബ്രാൻഡ്സും ഇവിടെ പെനിട്രേറ്റ് ചെയ്ത് തുടങ്ങി. വലിയ ബ്രാൻഡ്സുകൾ തൊട്ട് ചെറിയ ബ്രാൻഡ്സുകൾ വരെ ഇവിടെ വന്നു തുടങ്ങി. കാരണം അവർക്കറിയാം ഇവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് ഒരു പ്രൈസ് റേഞ്ച്, മേ ബി ഒരു ടീഷർട്ട് 200 തൊട്ട് 10,000 വരെ വാങ്ങിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പാലാരിവട്ടത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആസ് എ ഡിസൈനർ നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കാനുള്ളത്, ഈ ഫാഷൻ ട്രെൻഡിനെ ഫിക്സ് ചെയ്യാൻ, ഇപ്പം നീളം കുറഞ്ഞ ഉടുപ്പ് നമ്മളൊരു സിനിമയെ കാണുകയാണെങ്കിൽ നമ്മളിത് അനുകരിക്കും. പക്ഷേ ഇത് ഒരു ട്രെൻഡ് സെറ്റ് ആവണം. അതിന് ചിലപ്പോൾ ആ സിനിമ ഭയങ്കര പോപ്പുലറായി ചിലപ്പോൾ വന്നേക്കും, ചിലപ്പോൾ ഇന്ന തരത്തിലുള്ള മുണ്ടെന്നോ ആടുമുണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങൾക്ക് വരും. പക്ഷെ അത് അത്രയും തരത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയില്ല, അത് ട്രെൻഡ് സെറ്റ് ചെയ്ത് പോകും. പക്ഷേ നമ്മുടെ ഈ നീളക്കുറവും സാധനങ്ങളും ഒക്കെ ശരിക്കും ഫിക്സ് ചെയ്യുന്നത് ഇപ്പം എങ്ങനെയാണ് വരിക, ട്രെൻഡായിട്ട് തന്നെ വരിക, എല്ലാവരും അത് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള റിസർച്ച് തോട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇപ്പം അത് മാറി. എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സിനിമ നമ്മുടെ ഫാഷനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിരുന്നു. ഇപ്പോഴില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ മുണ്ട്, അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, വേറെ ആൾ കൊണ്ടുവന്നത് കാണിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പം നമ്മൾ അതിലൊരു വെറൈറ്റി കാണിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതിവിടെ കയറി വരും. ഇപ്പം പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള മീഡിയ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ഫാഷൻ ഇൻഫ്ലുവൻസസ് ഫ്രം സിനിമ അവിടുത്തെ കാര്യങ്ങളായി. അതെ അതെ. അപ്പം സിനിമയിൽ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, പണ്ട് നമുക്ക് ശരിക്കും അത് കാണണമെങ്കിൽ നമുക്ക് സിനിമയിലേ കാണാൻ പറ്റുള്ളൂ. ആ സിനിമയിൽ കണ്ട കാര്യം ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർ അത് ഉണ്ടാക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ ഇപ്പം നമ്മൾ ഫാഷനെ നേരിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുകയാണ്, അതിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ കൂടെ നമ്മൾ ഫാഷൻ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഭയങ്കരമായിട്ട് ക്ലിക്കാവുന്നു എന്ന് പറയുന്നൊരിതുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ബ്രോഡാഡി സംഭവിച്ചു, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 100-200 കുർത്ത ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ ആ സാധനം പക്ഷെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ മീന അതിൽ സാരി കൊടുത്തു, ആ സാരികൾ എവിടെ കിട്ടും? അത് തൽക്കാലം മാർക്കറ്റിൽ കിട്ടാനില്ലാത്തതുകൊണ്ട്
നമ്മുടെ അടുത്ത് ആൾക്കാർ വേണ്ടി ചോദിക്കും. പക്ഷേ ഈ പറഞ്ഞപ്പോൾ ഒരു ലെങ്ത്തിന്റെ ഫാഷനോ അല്ലെങ്കിൽ പാറ്റേൺ വൈസുള്ള ഫാഷനൊക്കെ ഒരു സർക്കിൾ പോലെ സംഭവിക്കുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ വരുമ്പോൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും, അത് ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഫാഷനിൽ ഉള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയേക്കാൾ കൂടുതൽ നമുക്ക് ഫാഷൻ തന്നെ നമുക്ക് കാണാനുണ്ട്. അത് ചിലപ്പോൾ ആഡുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിരിക്കാം, അതിൽ കൂടെയൊക്കെ ആൾക്കാർ അത് ഇൻഹെറിറ്റ് ചെയ്യുന്നു. പണ്ട് എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴ് പോലൊരു സിനിമ, ശോഭന ചേച്ചി കൊടുത്തിട്ടുള്ള സാരികൾ അന്ന് ഭയങ്കര ട്രെൻഡായിരുന്നു. പക്ഷെ ആ സാരികൾ അവിടെ തന്നെ കാണാൻ കിട്ടിയിട്ടുള്ളൂ, അല്ല എല്ലാ ആൾസാർ ഉപയോഗിച്ചുള്ള ഷർട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് വേറെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് അത് ഫാഷനായി. ഇപ്പൊ അങ്ങനെ വന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തിപ്പോ ലാൽ സാറിന് ഞാൻ ഏത് ഷർട്ട് കൊടുത്താലും ആൾക്കാർ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യും, ഇത് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ആൾക്കാർ പെട്ടെന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരികയാണ്, അത് വേറെ രീതിയിൽ വർക്കൗട്ട് ആവുന്നത്. ഈ ബ്രാൻഡ് കോൺഷ്യസ്നെസ് മലയാളിക്ക് കുറച്ചുള്ളതാണ്. ഈ ബ്രാൻഡ് കോൺഷ്യസിനെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ലളിത ജീവിതമൊക്കെ നയിക്കുന്ന ഒരുപാട് പേര് നമുക്ക് മുന്നിലുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ പോലും. നമുക്ക് കാശ് നഷ്ടപ്പെടാതെ നമുക്ക് പക്ഷെ അതേപോലെയൊക്കെ ആവാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ഉള്ള ഏരിയയിൽ ഒരു കമേഴ്സ്യലി ഒരു സാധനം, ഇപ്പം ഡിസൈനറാണ്, അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു വിപ്ലവം ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കാറില്ല ഞാൻ. അഗെയിൻ ഒരുപാട് ബ്രാൻഡ് കോൺഷ്യസ് അല്ല ഇൻ എ വേ. ഇപ്പം നമ്മൾ എന്തിലാണ് ബ്രാൻഡ് കോൺഷ്യസ് ആവണ്ടേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇപ്പം നമ്മൾ ഷൂ വാങ്ങിക്കുന്നു അല്ലേ, ഇപ്പം നമ്മൾ ഷൂ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ ഷൂ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പറയുന്നിടത്ത്, അപ്പോൾ ചിലപ്പോൾ ഒരാൾക്കത് ആ ഷൂവിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമായിരിക്കാം. അപ്പം അങ്ങനത്തെ കംഫർട്ട് ലെവലിൽ ചിലപ്പോൾ ഭയങ്കര വില കൂടിയൊരു ബ്രാൻഡ് നമ്മൾ സ്വന്തമാക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ലല്ലോ, കാരണം അയാളുടെ ആവശ്യമാണ് അയാൾ നിർവഹിക്കുന്നത്. അങ്ങനത്തെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ പല സമയത്തും ആൾക്കാർ അവർക്ക് കാണിക്കാനായിട്ടൊരു സാധനം വാങ്ങിച്ചിടുന്നു, ഇതെൻ്റെ ബ്രാൻഡ് കണ്ടോ എന്ന് പറയുന്നിടത്തല്ലേ പ്രശ്നമുള്ളൂ. ഒരു സാധാരണ ഒരു ലിനൻ ഷർട്ട് നമ്മൾ വാങ്ങിക്കുന്ന ചിലപ്പോൾ ഒരു 3000 രൂപ 3500 രൂപയായിരിക്കും. സെയിം സ്ഥലത്ത് നമ്മളൊരു കോട്ടൺ ഷർട്ട് വാങ്ങിക്കുന്നത് ചിലപ്പോൾ 1000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ എനിക്കൊരിക്കലും തോന്നുന്നു ബ്രാൻഡഡ് തുണികൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രാൻഡുകൾ നമ്മൾ സ്വന്തമാക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു ബ്രാൻഡ് നമുക്കൊരു സാധനം ഇങ്ങനെ വാങ്ങിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ണാടി വാങ്ങിക്കുന്നു, എനിക്ക് തോന്നുന്നു എപ്പോഴും കണ്ണാടി വാങ്ങിക്കുമ്പോൾ നല്ല കണ്ണാടി മേടിക്കണം, അല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ കണ്ണാടി വാങ്ങിക്കണം. കാരണം അത് നമ്മൾ കണ്ണിൽ വെക്കുന്ന സാധനമാണല്ലോ. അതിന് നമ്മൾ ചിലപ്പോൾ ഒരു വില കുറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് അത് വെച്ച് കണ്ണ് കേടാക്കുന്നത് നല്ല ബ്രാൻഡ് വാങ്ങിക്കുന്നതാണ്. ചിലപ്പോൾ നമുക്കൊരു ടീഷർട്ട് വാങ്ങിക്കണം, ആ ടീഷർട്ട് ചിലപ്പോൾ നമുക്ക് 200 രൂപ ടീഷർട്ട് എനിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ എന്തിനാണ് 3000 കൊടുത്ത് ടീഷർട്ട് വാങ്ങിക്കുന്നത്. അങ്ങനെ ഒരു വേരിയേഷൻ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മുൻനിർത്തി, ദാറ്റ് മേക്ക് സെൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഷർട്ടുകൾ ഞാൻ 7500 രൂപ തൊട്ടാണ് ഞാൻ വിൽക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഞാൻ അതിനൊരു റീസൺ എനിക്കറിയാം. കാരണം ഞാൻ അതൊരു വെള്ള തുണി വാങ്ങിച്ചിട്ട് ഞാൻ എനിക്കുള്ള കളറിലേക്ക് അത് ഡൈ ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള പ്രിന്റുകൾ അതിൽ ഉണ്ടാക്കി എൻ്റെ പാറ്റേണിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു വേർത്താണ്, അത് വേറെ എവിടെയും കിട്ടുന്നില്ല അങ്ങനെ എന്ന് പറയുന്നിടത്ത് ഞാൻ അതിൽ എടുക്കുന്ന ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അതിന് നമ്മളൊരു ബ്രാക്കറ്റ് ഓഫ് പൈസയിൽ ഇപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇത്ര തുണി അല്ലെങ്കിൽ ഇത്ര തയ്ച്ചതിന് എന്ന് പറയുന്നൊരു പൈസയിൽ ഇടാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് കുറച്ച് യുണീക്കാണ് എന്ന് പറയുന്നിടത്താണ് ഞാൻ അതിന് അങ്ങനെ പ്രൈസ് ഇടുന്നത്. അതങ്ങനെ ആവശ്യമുള്ളവരാണല്ലോ വാങ്ങിക്കുന്നത് അല്ലേ. സോ നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതേപോലെ ഒരു കാര്യം കൂടിയാണ്, ഈ വിവാഹത്തിന് നമ്മൾ വസ്ത്രം ഡിസൈൻ ചെയ്യുമ്പോൾ അത് മാത്രമാണ് ഡിസൈൻ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് പലതരത്തിലുള്ള പുറത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരും. നമ്മുടെ ട്രഡീഷൻ അല്ലാത്തത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് കൂടുതൽ ഇൻകോപ്പറേറ്റ് ചെയ്താലാണ് അത് വെറൈറ്റി ആവുക എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട് വസ്ത്രങ്ങൾ, പിന്നെ നമ്മുടേതെന്ന് പറയുന്നതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ സാരി പോലും നമ്മുടേതല്ല, അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പാടാണ്. പക്ഷെ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനിങ്? ഇതൊരു ബിസിനസ്സാണ് ആഫ്റ്റർ ഓൾ. ഇപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളൊരു ഈ ഒരു ഡേറ്റിൽ എനിക്ക് ഈ ഒരു വസ്ത്രം ഇടാനായിട്ട് ആൾക്കാർ ആ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണെന്നും ആ സ്പെഷ്യൽ ഡേയിൽ ഞാൻ ഇത്ര പൈസ ചിലവാക്കി കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അവിടെയാണ് ആ ബിസിനസ് തുടങ്ങുന്നത് അല്ലേ. അല്ലാത്തൊരു അങ്ങനെ ചിന്തിക്കാത്ത ഒരാൾ ചിലപ്പോൾ അന്നത്തേക്ക് വേണ്ടി ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ചിലപ്പോൾ തുണി വാങ്ങിക്കില്ല. അങ്ങനെ വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇപ്പം മെജോറിറ്റി ഓഫ് നമ്മുടെ ബ്രാൻഡ്സിലേക്ക് ഇവിടുത്തെ കല്യാൺ അല്ലെങ്കിൽ സീമാട്ടി എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അതിൻ്റെ പേരിലാണല്ലോ നിൽക്കുന്നത്. അവർ കല്യാണത്തിനാണ് പട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അത് എഗെയിൻ ഇത് ഭയങ്കര ഒരാളുടെ
ആവശ്യമാണ്. അതെ. അയാൾ ഇങ്ങനത്തെ ചിന്തിക്കുന്നു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആ പൈസക്ക് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോൾ ഒരു 10 ദിവസം താമസിച്ച് ഞാൻ എൻ്റെ ഒരു വെക്കേഷൻ, ബിക്കോസ് ഇത് ഒരിക്കലും രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ചിലവാക്കുന്ന ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് ഭയങ്കര വലിയൊരു ഡേ ആണ്, എന്നിട്ട് ചിലപ്പോൾ അടുത്തൊരു മേ ബി ഒരു 6 months ഡിവോഴ്സ് ആവുന്നു. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പം അതൊക്കെ ഒരു പേഴ്സൺ ടു പേഴ്സൺ കാര്യമാണ്. അപ്പം അങ്ങനെ, പക്ഷെ അങ്ങനെ മാർക്കറ്റ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ആൾക്കാർ ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വലിയ ഇത്രയും സംഗതി ചെയ്യില്ലല്ലോ. ചിലപ്പോൾ ഒരിക്കലും ചെയ്യാതെ 2 മാസം ഡയറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഫിറ്റ് ആവാത്ത, എനിക്ക് അങ്ങനെയൊക്കെ ആൾക്കാരെ അറിയാം. ഒരു സെർട്ടൺ സൈസിൽ ഒരു സൂട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ ഡേയിലേക്ക് ആ സൂട്ട് പാകമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കും എന്ന് പറഞ്ഞിട്ട് 2-3 മാസം ഡയറ്റ് ചെയ്ത് അവസാനം ആ സൂട്ട് ഇട്ടിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ഭ്രാന്താണ്. ഇഷ്ടമാണ്. സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ ഈ മരക്കാർ ഇറങ്ങുന്ന സമയത്ത് വസ്ത്രത്തെക്കുറിച്ച് അവാർഡ് കിട്ടിയെങ്കിലും അതിൻ്റെ കോസ്റ്റ്യൂം അത് ഫിറ്റിനായിരുന്നില്ല, ഇല്ലെങ്കിൽ അത് യോജിക്കുന്നതായിരുന്നില്ല എന്ന് പറയുന്നതോ, ഇല്ലെങ്കിൽ കാലഗണനയൊക്കെ വെച്ചിട്ട്, കാലഗണന സിനിമയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വിമർശനം വന്നു. അപ്പോൾ സുജിത്ത് എന്തായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്? ശരിക്കും ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ആ സിനിമ തുടങ്ങിയത് നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ആ സിനിമ തുടങ്ങിയത്. ആ സമയത്താണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ബിസിനസ് സൈഡിലേക്ക് ആ സിനിമ അവർക്ക്, നമ്മൾ അറിഞ്ഞതാണ് പറയുന്നത്, പ്രിയൻ സാർ എന്നോട് പറഞ്ഞത്, ആ സിനിമ അവർക്ക് പുറത്തേക്ക് ഔട്ട് ഓഫ് കേരള അവർക്ക് അതിനെ കാറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിനൊരു മലയാളത്തിൻ്റെ ഭാഷയുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്നത് ഓക്കെ ശരിയാണ്, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഉറപ്പായിട്ടും അതിനെ അങ്ങനെയും ചിന്തിക്കുന്നു. മലയാളം സിനിമയിൽ കുഞ്ഞാലി എവിടെ നിന്നാണ് ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നതെന്ന് ചോദിച്ചാൽ ശരിയാണ്, അതിലൊരു തെറ്റുമില്ല, കുഞ്ഞാലി അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷേ നമ്മൾ സിനിമയാണ് ചെയ്യുന്നതും അതൊരു ബിസിനസ്സാണ്. അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ആൾക്കാർ കാണുകയും പുറത്തുള്ള ആൾക്കാർ കാണുകയും ആ കാണാനായിട്ട് നമ്മൾ അവർക്ക് കേറ്റർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചില കട്ട്സൊക്കെ കണ്ടിട്ടായിരിക്കും അവർ ഈ സിനിമ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് അവരുടെ കൂടെ ഒരു ഭാഷ അതിലുണ്ടാവുക, ഒരു ലാംഗ്വേജ് അല്ലേ, അവർക്കും കൂടെ ഓക്കെ ഇതിനെ അംഗീകരിക്കാൻ സാധിക്കണം. ഇത് കാണുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾക്കും കൂടെ പറ്റുന്നൊരു ടേസ്റ്റാണ്. അങ്ങനെയല്ലേ, ഇപ്പോൾ നമ്മൾ ചൈനയിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലേ, ആ ശരിക്കുള്ള ചൈനീസ് ഫുഡും നമ്മുടെ ഇന്ത്യയിലുള്ള ചൈനീസ് ഫുഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ചൈനയിൽ ഒരിക്കലും അവർ ഇത്രയും മസാലയോ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ അവിടെ പോയിട്ടുള്ളതാണ്, ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് നന്നായിട്ട് അറിയാം. നമ്മുടെ ഒരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഇന്ത്യൻ ടേസ്റ്റുകൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അതിലേക്ക് കുറേ മസാല ആഡ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ബോളിവുഡിലേക്കും അല്ലെങ്കിൽ ഹിന്ദി ഒരു സെക്ടറിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ സെക്ടറിലേക്കൊക്കെ നമുക്ക് ഈ സിനിമയെ കാറ്റർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യമാണ് ആ സിനിമയുടെ. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും കുറച്ച് ആൾക്കാർ അത് അങ്ങനെയല്ലെന്ന് പറയും, അതും ശരിയാണ്, പക്ഷെ ഇവിടെ നമ്മുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് നമ്മളത് ചെയ്യുന്നു. നമ്മൾ അതിനെ ഒരിക്കലും ഡിഫെൻഡ് ചെയ്തിട്ടില്ല. ഏത് കുഞ്ഞാലി ഇങ്ങനെയാണ് ഡ്രസ്സ് ധരിച്ചത് എന്നുള്ളത് അല്ല, നമ്മളൊരു ഫാൻറ്റസി സിനിമയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഫാൻറ്റസി എന്ന് പറയുന്നിടത്ത് ഒരു ഫാൻറ്റസി രീതിയിൽ അതിനെ കാണാൻ അവർ ശ്രമിക്കുന്നു. ഇപ്പോൾ പ്രിയൻ സാർ അതിനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമ്മൾ ആ റിയലിസ്റ്റിക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ അതിനെ ആൾക്കാർക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കളേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ പാറ്റേൺസൊക്കെ അതിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ അതിനൊരു വേറെ രൂപം നമുക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അത് ചിന്തിക്കാതെ ചെയ്തിട്ടുള്ളതല്ല. അപ്പം പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സിനിമ വിജയിച്ചു കഴിയുമ്പോൾ അതിലത്തെ എല്ലാ കാര്യങ്ങളും ശരിയാണ്. അതെ, ഇനി ആ സിനിമ അത് വിജയിച്ചില്ലെങ്കിൽ അതിലത്തെ എല്ലാ കാര്യങ്ങളും തെറ്റാണ്. ഇത്രേ ഉള്ളൂ കാര്യം. ആ സിനിമ നല്ല രീതിയിൽ ഓടിയിരുന്നെങ്കിൽ ഇതേ ആൾക്കാർ പറഞ്ഞൊക്കെ എല്ലാവരും മറന്നുപോയിനെ. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം കൂടെ വാലിബനെ കുറിച്ച് ചോദിക്കാം. ഈ വാലിബൻ അമർ ചിത്രകഥ പോലെ ഒരു സിനിമയാണെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ അമർ ചിത്രകഥകൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ബാലരമയും പൂമ്പാറ്റയൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമല്ലോ, അങ്ങനെ വരരുതെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം അതല്ലല്ലോ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം എങ്കിലും ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള കാർട്ടൂണുകളോ ഏതെങ്കിലും അമർ ചിത്രകഥയൊക്കെ മനസ്സിൽ വന്നോ, സിനിമയൊക്കെ വന്നോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടൊരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചിലപ്പോൾ മേ ബി കുറച്ച് നാൾ കഴിഞ്ഞിട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ മേ ബി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അന്നും നമുക്ക് ഈ ചോദ്യത്തിന് വീണ്ടും നമുക്ക് ആ സിനിമയിലെ ഒരു കോസ്റ്റ്യൂമും നിങ്ങൾ ഈവൻ ഏത് ഒരു പിൻട്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല നമുക്ക് കിട്ടുന്ന സൈറ്റിലൊക്കെ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ ഒരു 99% ഓഫ് കാര്യങ്ങളും നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് അവർ ഇതിങ്ങനെ എടുത്ത് കോപ്പി അടിച്ചുകൂടെ വെച്ചു എന്ന് പറയുന്ന സാധനം ആ സിനിമയിലില്ല. ഞാൻ 2 മണിക്കൂർ പിൻട്രസ്റ്റിൽ ഇരുന്നാലും കാണൂല. ഉറപ്പായിട്ടും കാണൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ചിലപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ പറയാം നമ്മൾ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ
നമ്മളെല്ലാം കോസ്റ്റ്യൂംസ് തന്നെയല്ലേ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വരാന്നല്ലാതെ ദാ ഇവിടെ ഇത് കണ്ടു അത് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നു എന്നൊരു സാധനം ആ സിനിമയിൽ ആ സിനിമയുടെ കോസ്റ്റ്യൂം ഭാഷയിലില്ല. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇത് അങ്ങനെ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് എല്ലാത്തിലും സംഭവിക്കാമല്ലോ. ബിക്കോസ് നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ രൂപത്തിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധ്യതകൾ തോന്നിയേക്കാം. പക്ഷെ ഒരിക്കലും അതിനെ ഒരു വേറെ കോസ്റ്റ്യൂമിനെ കൂടെ നമ്മളിവിടെ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അത് ഞാൻ പറഞ്ഞത് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ ആ കഥയിൽ നമുക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞില്ലേ വാലിബൻ എന്ന് പറയുന്ന ഒരാൾ ഉപയോഗിക്കുന്ന ഒരു പടച്ചട്ട, ആ പടച്ചട്ട ഒരു ക്രൊക്കോഡൈലിൻ്റെ ഒരു തൊലി പോലത്തെ ഒരു സാധനം ആയിരിക്കാം ആവാം എന്ന് LJP എന്ന് പറയുന്ന ഒരു ഡയറക്ടർ നമുക്ക് തരുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നൊരു പിക്ചർ ഉണ്ട്. ആ പിക്ചറിലാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ വേറെ സിനിമയുടെ എന്തെങ്കിലും കാണിച്ചിട്ട് ഇതേപോലെ ചെയ്താലോ എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ നമ്മളത് ചിലപ്പോൾ കോപ്പി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടേംസിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും അമർ ചിത്ര കഥ പോലെയും ആയിരിക്കില്ല. എന്തായാലും അടിപൊളി, നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. അപ്പോൾ പടം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഉറപ്പായിട്ടും. താങ്ക് യു.